നമസ്തേ. ഞാനിന്ന് പ്രമേഹവും വെയിലും എന്ന വിഷയത്തെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. പ്രമേഹമുള്ളവര് ദിവസവും അരമണിക്കൂർ നേരം ഇളം വെയിൽ കൊള്ളണമെന്ന് കേരളത്തിലെ നാച്ചുറോപ്പതിയുടെ ആചാര്യനായിരുന്ന സിയറർ വർമാജി പറയാറുണ്ട്. എങ്ങനെയാണ് അത് നമുക്ക് പ്രയോജനപ്പെടണമെന്ന് ചിന്തിക്കാം. ഈ വെയിൽ കൊള്ളൽ കൊണ്ട് പലതരത്തിൽ ശരീരത്തിന് പ്രയോജനം. ശരീരത്തിന് ഒരു പോഷകാംശം അതിനകത്ത് കിട്ടണം നമുക്കറിയാം. ഒരു ന്യൂട്രിയന്റ് വിറ്റാമിൻ ഡിയുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് വെയിലിന്റെ സാന്നിധ്യത്തിലാണ് ശരീരത്തിന് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പൊ ഈ വിറ്റാമിൻ ഡിയുടെ കുറവ് വന്നു കഴിഞ്ഞാൽ അത് ശരീരത്തിലെ മറ്റ് പോഷകങ്ങളിലെ നിർമ്മിതിയെയും തടസ്സപ്പെടുത്തും. കാരണം ഇത് ഈ എല്ലാ പോഷകാംശവും പരസ്പരം ബന്ധപ്പെട്ട പ്രവർത്തനം. ഏതെങ്കിലും ഒന്ന് കൂടുകയോ കുറയോ ചെയ്താൽ മറ്റൊന്നിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തും. അതുപോലെ നമ്മളുടെ എൻഡോക്രൈൻ സിസ്റ്റത്തിന്റെ പ്രവർത്തനത്തിനും ഈ ഹോർമോണുകളുടെ ഏറ്റക്കുറച്ചിലുകൾ കാരണമായി തീരും. ഇപ്പൊ പാൻക്രിയാസിന്റെ സുഗമമായ പ്രവർത്തനത്തിനും അതിലെ ബീറ്റാ സെല്ലുകളിലെ പ്രൊഡക്ടിവിറ്റി വീണ്ടും പഴയ പോലെ ആക്കുന്നതിനും വെയിൽ വളരെ സഹായകരമാണ്. എന്തൊക്കെ പോഷകാംശങ്ങളാണ് ശരീരത്ത് വെയിലിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ വെയിൽ എങ്ങനെയൊക്കെയാണ് ശരീരത്തിനെ സഹായിക്കുന്നതിനെ കുറിച്ചുള്ള പൂർണ്ണമായിട്ടുള്ള അറിവ് ഇപ്പോഴും ശാസ്ത്രത്തിന് ഇല്ല. വിറ്റാമിൻ ഡിയുടെ കാര്യം മാത്രം അവര് ഊന്നി പറയണത്. അപ്പൊ ഒന്ന് ഈ വിറ്റാമിൻ ഡിയുടെ, രണ്ടാമത് വിറ്റാമിൻ ഡി ഉണ്ടെങ്കിൽ മാത്രമേ കാൽസ്യം അബ്സോർഷൻ നടക്കുകയുള്ളൂ. ഇപ്പൊ പ്രമേഹമുള്ള ധാരാളം പേർക്ക് മുട്ടുവേദന, അതുപോലെ ഡിസ്കിന്റെ പ്രോബ്ലം, വെരിക്കോസ്, അതുപോലെ ശരീരത്തെ കോച്ചിപ്പിടുത്തം, ഇങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. പല്ലുകളുടെ പ്രശ്നം. ഇതിനൊക്കെ ഒരു കാരണം ഈ കാൽസ്യത്തിന്റെ അബ്സോർഷൻ കുറഞ്ഞു പോണതാണ്. അപ്പൊ അത് പരിഹരിക്കാൻ ഒരു പരിധിവരെ വെയിൽ കൊള്ളലൂടെ സാധിക്കും. മറ്റൊന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഇൻസുലിന്റെ ഒരു പ്രവർത്തന ക്ഷമത കുറഞ്ഞു പോണത്, അതിനും ഇത് പരിഹാരമാണ്. അപ്പൊ ന്യൂട്രീഷൻ ഇംബാലൻസ് അത് പരിഹരിക്കാൻ വെയിൽ കൊള്ളുന്നതിലൂടെ സാധിക്കും. മറ്റു കാര്യം നിങ്ങൾക്കറിയാം, നമ്മൾ സാധാരണ ഈ ഭക്ഷ്യവസ്തുക്കൾ, ഇപ്പൊ അരിയൊക്കെ ഗോതമ്പിന്റെ ഒക്കെ പൊടിയാണെങ്കിൽ അത് ഉണക്കി സൂക്ഷിക്കാറുണ്ട്. വെയിലത്ത് ഉണക്കി ഇൻഫ്രാറെഡ് വരുമ്പോൾ, സൂര്യരശ്മിയിൽ വരുമ്പോൾ എന്താ ഗുണം? അതിനകത്തുള്ള ബാക്ടീരിയയും വൈറസും ഫംഗസും ഒക്കെ നശിച്ചു പോകും. പിന്നെ ഒരു 6 മാസത്തിൽ അത് കേടാവില്ല. ഇത് തന്നെ ശരീരത്തിന് സംഭവിക്കും. നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും ഈ ബാക്ടീരിയയും വൈറസും ഫംഗസും അതുപോലെ രോഗാണുക്കളാണ് നമുക്ക് രോഗം ഉണ്ടാക്കുന്നത്. അപ്പൊ ഇത്തരം രോഗാണുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു പരിധിവരെ വെയിൽ കൊള്ളൽ സഹായകരമായി തീരും. പകർച്ചവ്യാധികളിൽ നിന്ന്, രോഗാണുക്കളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അത്തരം രോഗങ്ങളെ നമുക്ക് തടഞ്ഞു നിർത്താൻ സാധിക്കും. മറ്റൊന്ന്, ശരീരത്തിൽ ടെമ്പറേച്ചർ വർദ്ധിക്കുമ്പോൾ പല രോഗാണുക്കളും അങ്ങനെ നശിച്ചു പോകും. അതിന് മുന്നേ പനി വരണത്, ശരീരത്തിന് അത് എന്തെങ്കിലും രോഗം വരുമ്പോൾ പനി വരാണല്ലോ. ഈ പനി വരണത് ശരീരത്തിന്റെ ടെമ്പറേച്ചർ വർദ്ധിപ്പിച്ചിട്ട് ബാക്ടീരിയ നശിപ്പിക്കുക ചെയ്യണത്. അതുപോലെ മറ്റൊന്ന് നീർക്കെട്ടാണ്. ഇപ്പൊ ധാരാളം പേർക്ക് നീർക്കെട്ടുണ്ട്, അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ ഉണ്ട്. പ്രമേഹം അതിനൊരു കാരണം നമ്മുടെ ശരീരത്തിൽ വർദ്ധിച്ചു വരുന്ന തോതിലുള്ള ഇൻസുലിനാണ്. ഇൻസുലിൻ ടോക്സിനായിട്ട് പ്രവർത്തിക്കും. ഇൻസുലിൻ ഹൈപ്പർ ഇൻസുലിമിയ എന്ന് പറയും. അതുപോലെ തന്നെ ഹൈപ്പർ ഗ്ലൈസീമിയ ഉണ്ട്. പ്രമേഹമുള്ളവർക്ക് ഇൻസുലിനും കൂടുതലാണ്, ഗ്ലൂക്കോസും കൂടുതലായിരിക്കും. അപ്പൊ ഇത് രണ്ടും വന്നു കഴിഞ്ഞാൽ ശരീരത്തിൽ ഡെഫിനറ്റ് ആണ് ശരീരത്തിൽ നീർക്കെട്ടുണ്ടാവും. നമുക്ക് സന്ധിവേദന ഉണ്ടാവും. അതുപോലെ നമ്മളുടെ ജോയിന്റ് പെയിൻ കൂടാതെ നമ്മളുടെ മസിൽസിന് വീക്കം ഉണ്ടാവാം. അതുപോലെ വയറിന് അസുഖങ്ങൾ ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അപ്പൊ ഇത്തരം ഇൻഫ്ലമേഷനുമായി ബന്ധപ്പെട്ട രോഗങ്ങളെ കുറയ്ക്കാൻ ഒരു അരമണിക്കൂർ നേരം വെയിൽ കൊള്ളുന്നതിലൂടെ സഹായിക്കും. മറ്റൊന്ന് ചുമയുണ്ടാവും, അതുപോലെ ശ്വാസം മുട്ടുണ്ടാവും. അങ്ങനത്തെ നമ്മളുടെ ലങ്സുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇപ്പൊ കുറച്ച് സ്റ്റെപ്പ് കയറുമ്പോഴത്തേക്കും കതപ്പ് വരിക, ഇതൊക്കെ ലങ്സിന്റെ കപ്പാസിറ്റി കുറഞ്ഞു പോകുന്നതുകൊണ്ടാണ്. ലങ്സിൽ മുഴുവൻ ഇതുപോലെ നീർക്കെട്ട് വരും, അതുപോലെ കഫം നിറയും. ഇത്തരം രോഗങ്ങളെ കുറയ്ക്കാനും ഒരു അരമണിക്കൂർ നേരം നമ്മൾ വെയിലത്തിരിക്കുന്നത് സഹായിക്കും. മറ്റൊന്ന്, വെയിലത്തിരുന്ന് വേർത്ത് കഴിഞ്ഞാല് നമ്മളുടെ കുറെ ടോക്സിനുകൾ വേർപ്പിൽ കൂടി പുറത്തു പോകും. ഇന്ന് നമുക്കറിയാം, ഡയബറ്റിക് നെഫ്രോപ്പതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുക. പ്രമേഹ രോഗികളിൽ ഉള്ള കിഡ്നി രോഗികളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. ഒരു ഡയാലിസിസ് സെന്ററിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്ന 10 പേരിൽ 9 പേരും പ്രമേഹമുള്ളവരാണെന്ന് മനസ്സിലാക്കണം. ഇത് കുറയ്ക്കാൻ വളരെ സഹായകരമാണ് നിങ്ങൾ അരമണിക്കൂർ വെയിൽ കൊണ്ടു കഴിഞ്ഞാൽ. വെയിൽ കൊള്ളുമ്പോൾ നമ്മളുടെ കിഡ്നി അരിച്ച് പുറത്തു കളയേണ്ട ടോക്സിനുകളെ, മാലിന്യങ്ങളെ ത്വക്കിലൂടെ പുറത്തു പോകും. ത്വക്കാണല്ലോ, സ്കിന്നാണല്ലോ നമ്മുടെ ശരീരത്തെ ഏറ്റവും വലിയ അവയവം എന്ന് പറഞ്ഞ, ശരീരത്തെ പൊതിഞ്ഞ് സൂക്ഷിക്കുന്ന ഒരു അവയവമാണത്. അപ്പൊ ഇതിൽ കൂടി പുറത്തു പോകുമ്പോൾ കിഡ്നിയുടെ ലോഡ് കുറയും, അതുപോലെ ലിവറിന്റെ ലോഡ് കുറയും.
ലിവറിനും കിഡ്നിയും നമ്മുടെ ആഹാരത്തിലെ ടോക്സിൻ മാത്രമല്ല, നമ്മൾ കഴിക്കുന്ന മരുന്നുകളും ടോക്സിനാണ്. നമ്മൾ ഈ ഷുഗറിന് കഴിക്കുന്ന മരുന്നും അല്ലെങ്കിൽ ഇൻസുലിനും, അതുപോലെ കൊളസ്ട്രോളിന് കഴിക്കുന്നതും, അതുപോലെ നമ്മൾ പ്രഷറിന് കഴിക്കുന്നതും, അതുപോലെ ഫാറ്റി ലിവർ, ഇതെല്ലാം ശരീരത്തെ സംബന്ധിച്ച് ടോക്സിനുള്ള വിഷങ്ങളാണ്. ഇതിനെ നിർവീര്യമാക്കേണ്ട ചുമതല ഒന്ന് കിഡ്നിയുടെയും അതുപോലെ ലിവറിന്റെ. കിഡ്നി പുറം തള്ളും, ലിവർ നിർവീര്യമാക്കും. അപ്പൊ ഈ രണ്ട് അവയവങ്ങളും ക്ഷയിക്കാനും നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടാവാനും കിഡ്നി പ്രോബ്ലം ഉണ്ടാവാനും ക്രിയാറ്റിൻ കൂടാനും മൂത്രത്തിൽ പത വരാനും അതുപോലെ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാനുള്ള കാരണം ഈ ടോക്സിനുകൾ കൂടുന്നതാണ്. അപ്പൊ കിഡ്നിയുടെ ലോഡ് കുറച്ച് നമ്മളുടെ വൃക്കകളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കാനും ഒരു കിഡ്നി രോഗി ആയിത്തീരാതിരിക്കാനും നമ്മൾ അരമണിക്കൂർ വെയിൽ കൊണ്ടാൽ മതി. ഇനിയിപ്പോ കിഡ്നി രോഗം വന്നു പോയി, ക്രിയാറ്റിൻ 1.5 2 ഒക്കെ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഈ അരമണിക്കൂർ ഇരുന്ന പോലെ 1 മണിക്കൂർ വെയിലത്തിരിക്കണം. ഒരു മണിക്കൂർ നേരം വെയിലത്തിരുന്ന് ശരിക്ക് വേർത്ത് പോവുകയാണെങ്കിൽ ഇപ്പൊ ക്രിയാറ്റിൻ 2.5 ആണ്, ഇതുകൊണ്ട് മാത്രം 2ലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. വളരെ ഫലപ്രദമായിട്ട് പ്രമേഹത്തെയും കിഡ്നി രോഗത്തെ തടയാനുള്ള ഒരു ഉപാധിയാണ് വെയിൽ കൊള്ളൽ എന്നാണ് എനിക്ക് പറയാനുള്ളത്. മറ്റൊന്ന്, നമ്മളുടെ ഈ ബ്രെയിനുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, നേരത്തെ പറഞ്ഞ ഉറക്കക്കുറവ്, ഓർമ്മക്കുറവ്, അൾഷിമേഴ്സ്, സ്ട്രോക്ക്, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒന്നും കൂടി വന്നുകൊണ്ടിരിക്കുക. ഇത്തരം രോഗങ്ങൾ കുറയ്ക്കാൻ സാധിക്കും. അത് ന്യൂറോൺസുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അപ്പൊ ന്യൂറോൺസിന്റെ നമ്മളുടെ നാഡീകോശങ്ങളിലെ പ്രവർത്തനക്ഷമത കുറയുമ്പോൾ ഉണ്ടാവുന്നത്. ഇത് വർദ്ധിപ്പിക്കാൻ നമുക്ക്, അതുപോലെ ഈ നാഡീകോശങ്ങളാണ് നമുക്ക് സെൻസിറ്റിവിറ്റി, അത് ഇതിന്റെ ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഷൻ ഒക്കെ നടക്കുന്നത് കൃത്യമായിട്ട് ഞരമ്പുകളിൽ കൂടി, നാഡികളിൽ കൂടിയിട്ടാണല്ലോ. അത് കൃത്യമായിട്ട് വരുത്താൻ ഇപ്പൊ കാലിന് വരുന്ന പെരുപ്പ്, കാലിന് വരുന്ന മരപ്പ്, സെൻസിറ്റിവിറ്റി കുറഞ്ഞു പോവുക, മുറിവ് വന്നാൽ ഉണങ്ങാതിരിക്കുക, ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അത് കുറയ്ക്കാൻ നമുക്ക് ഇതിലൂടെ സാധിക്കും. മറ്റൊന്ന്, നമ്മൾ ഈ ശരീരത്തിനുണ്ടാവുന്ന സിന്തറ്റിക് ആയിട്ടുള്ള ഡി, ഇപ്പൊ ശരീരത്തിൽ നമുക്ക് ഈ വിറ്റാമിൻ ഡി കുറയുന്നത് നമ്മൾ എന്ത് ചെയ്യണത്, സിന്തറ്റിക് ആയിട്ടുള്ള ഡി ഉപയോഗിക്കുക, ഇതാ ചെയ്തു വരേണ്ടത്. ഇത് നമുക്ക് നല്ലതാണെന്ന് എനിക്ക് പറയാനുള്ളത്. നാച്ചുറൽ ആയിട്ടുള്ള വിറ്റാമിൻ ഡി ആണ് നമുക്ക് ശരീരത്തിന് അല്ലെങ്കിൽ എന്ത് സംഭവിക്കും വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ വിറ്റാമിൻ ഡി ശരീരം സ്വാഭാവികമായിട്ട് ഉത്പാദിപ്പിക്കേണ്ട സാധനമാണ്. അപ്പൊ സൂര്യപ്രകാശം ഉണ്ട്, ശരീരത്ത് ബാക്കി പ്രോട്ടീനും ഒക്കെ, കൊളസ്ട്രോളൊക്കെ കൃത്യമായിട്ട്, കൊളസ്ട്രോളിന് മരുന്ന് കഴിക്കുന്നതും വിറ്റാമിൻ ഡിയുടെ ഒരു ഡെഫിഷ്യൻസി കാരണമായി തീരണം കേട്ടോ. അപ്പൊ അത് കൃത്യമായിട്ടുള്ള സംവഹന ശേഷി ഒരു കാരിയറായിട്ട് ഉപയോഗിക്കുന്നത് കൊളസ്ട്രോൾ ആണ്. അപ്പൊ ഇതെല്ലാം കൃത്യമായിട്ടുണ്ടെങ്കിൽ ശരീരം സ്വാഭാവികമായിട്ട് വിറ്റാമിൻ ഡി നിർമ്മിച്ചോളും. ഇതിന് പകരം നമ്മൾ സിന്തറ്റിക് ആയിട്ട് ഡിപ്പ് ചെയ്യണത് നേരെ ഹോസ്പിറ്റലിൽ പോയി മരുന്ന് കഴിക്കുകയാണത്. നമ്മൾ അരമണിക്കൂർ നേരം വെയിലത്തിരുന്ന് പേപ്പർ വായിച്ചാൽ മതി, അല്ലെങ്കിൽ നമ്മളുടെ പ്രധാന പണി മൊബൈൽ നോക്കാനുള്ള, അത് വെയിലത്തിരുന്ന് നോക്കിയാൽ മതി. അരമണിക്കൂർ നേരം രാവിലെ വൈകിട്ടോ ഇളം വെയിൽ കൊണ്ടാൽ തീരുന്ന പ്രശ്നമാണ്. 10 പൈസയും ചെലവില്ല. നാച്ചുറൽ ആയിട്ടുള്ള വിറ്റാമിൻ ഡി ശരീരം സ്വാഭാവികമായിട്ട് നിർമ്മിച്ചോളും. ഇതിന് പകരം നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ഗുളിക കഴിച്ചത് മാറ്റാന്ന് വെച്ചെന്ന് സംഭവിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന്റെ വിറ്റാമിൻ ഡി ഉത്പാദനക്ഷമത കുറഞ്ഞു പോകും, ശരീരം ഇത് മറന്നു പോകും. അവസാനം നിങ്ങൾ മരണം വരെ വിറ്റാമിൻ ഡിയുടെ ഗുളിക കഴിക്കേണ്ടി വരും. അപ്പൊ ഈ നാച്ചുറൽ ആയിട്ട് വിറ്റാമിൻ ഡി ഉണ്ടാക്കിയാൽ ശരീരത്തിന് ആവശ്യമുള്ള ഉത്പാദിപ്പിക്കുകയുള്ളൂ. ഇനി ഗുളിക കഴിച്ചാൽ ഇത് കുറയാനും കൂടാനും ഇടയാവും. അപ്പൊ ഏതെങ്കിലും ഹോർമോൺ കുറഞ്ഞാലോ കൂടിയാലോ അത് ആരോഗ്യക്ഷയത്തിന്, വൈറ്റമിൻസ് കൂടിയാലോ കുറഞ്ഞാലോ ആരോഗ്യക്ഷയത്തിന് കാരണമാവും. വിറ്റാമിൻ ഡി കൂടുന്നത് നല്ലതല്ല. അപ്പൊ ആ തരത്തിലുള്ള പ്രശ്നം ഉണ്ടാവാനത് ഇടയാക്കുമെന്ന് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ പോയി മരുന്ന്, അല്ല വേണ്ടെന്നല്ല പറഞ്ഞത്, അത്യന്താപേക്ഷിതമായ ചില സമയത്ത് നമ്മൾ ഹോസ്പിറ്റലിൽ മരുന്ന് കഴിക്കേണ്ടി വരും, അത് വേണ്ടെന്നല്ല പറഞ്ഞത്. പരമാവധി കുറച്ചിട്ട് നമ്മൾ ഈ നാച്ചുറൽ ആയിട്ടുള്ള ഇതിനകത്തേക്ക് വരണം എന്ന് എനിക്ക് പറയാനുള്ളത്. പിന്നെ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പൊ ആഹാരങ്ങളിലൂടെയും തേടാറുണ്ട്. ഇപ്പൊ നമ്മൾ ലിവർ ഉപയോഗിക്കാറുണ്ട്, കോട്ട ലിവർ, നമ്മൾ ഈ അതുപോലെ ഫിഷ് ഓയിൽ ഉപയോഗിക്കാറുണ്ട്. അങ്ങനെയുള്ള വസ്തുക്കളിലൊക്കെ, അതുപോലെ നട്സിലൊക്കെ വിറ്റാമിൻ ഡി ഉണ്ട്. ഈ നട്സിലും ഈ ആടിന്റെ കരളിലൊക്കെ സാധനം ചെല്ലണത് അവര് വെയിൽ കൊണ്ടിട്ട് ആർജിക്കുന്നതാണ്, അല്ലെങ്കിൽ വെയിൽ കൊണ്ടുണ്ടായ സസ്യം തിന്നിട്ടുണ്ടാക്കുന്നതാ. അപ്പൊ നമ്മൾ നേരെ വെയിലിൽ നിന്ന് സ്വീകരിച്ചാൽ ഈ പ്രശ്നം നമുക്ക് തീർക്കാൻ സാധിക്കും. അപ്പൊ അതുകൊണ്ട് ഞാനത് കൺക്ലൂഡ് ചെയ്യാൻ പോവാണ്. നമ്മൾ ഡെഫിനറ്റ് ആയിട്ട് ഒരു അരമണിക്കൂർ നേരം വെയിലത്തിരിക്കുക. അത് സാധാരണ ഇതിൽ ഇളം വെയിൽ കൊണ്ടാൽ മതി. രാവിലെയോ വൈകിട്ടോ ഇളം വെയിൽ, വലിയ ചൂടില്ലാത്ത വെയിൽ കൊണ്ടാൽ മതി. ഇനി പ്രമേഹമുള്ള ആൾ, ഞാൻ നേരത്തെ പറഞ്ഞു, അവരൊരു അരമണിക്കൂറോ 1 മണിക്കൂർ നേരം കട്ടിയായ വെയിൽ കൊണ്ട് വേർപ്പ് കൂടി കുറച്ച് പുറത്ത് പോകണം. ഇനി നിങ്ങൾക്ക് രാവിലെ അരമണിക്കൂർ ഇരിക്കാൻ വിഷമാണ്, നിങ്ങൾ ഉച്ചയ്ക്ക് ഒരു 11 മണിക്കും ഒരു 3 മണിക്കും ഇടയ്ക്ക് ഒരു 10 മിനിറ്റ് വെയിൽ കൊണ്ടാൽ നിങ്ങൾക്ക് ഒരു ദിവസത്തേക്ക് ആവശ്യമുള്ള വിറ്റാമിൻ ഡി ശരീരം സ്വാഭാവികമായിട്ട് നിർമ്മിച്ചുകൊള്ളും. പിന്നെ അഥവാ ഇനി സ്കിൻ ഡിസീസ് ഒക്കെ ഉള്ള ആളിലാണ്, സോറിയാസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ നേരിട്ട് സൂര്യപ്രകാശം, അതുപോലെ ചിലർക്ക് അലർജി ഉണ്ട്, അങ്ങനെയുള്ളവർ മരത്തിന്റെ ചുവട്ടിലൊക്കെ ഇരുന്നിട്ട് വെയിൽ കൊള്ളുമായിരിക്കും നല്ലത് എന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഏതായാലും നമ്മൾ ഇങ്ങനെ ഈ ഒരു ട്രീറ്റ്മെന്റിലേക്ക് വരണം.
നാച്ചുറൽ ആയിട്ടുള്ള ഒരു വിറ്റാമിൻ ഡി ഉൽപ്പാദനം ശരീരത്തിൽ ആരംഭിക്കണം. അതിന് ഇന്ന് തൊട്ട് നാളത്തേക്ക് മാറ്റി വെക്കരുത്. സൂപ്പർ സീക്കർ എന്ന് പറയും. ഇന്ന് തന്നെ നിങ്ങൾ വെയിൽ കൊള്ളൽ ആരംഭിക്കണം. അങ്ങനെ സുഖവും സന്തോഷവുമായിട്ട് ജീവിക്കുക എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയുവാനുള്ളത്.